ഡ്രൈവർമാരൊക്കെ കൂടുതൽ യൂട്യൂബർമാരുള്ള മനസ്സിലാകണ്ടേ? Recalculating route. In 400 yards, turn left. Turn around when it is safe to do so. ഹലോ, ആ പറയും. At the roundabout, take the first exit. before it's a welcome to the stream. ഭയങ്കര ചൂട്. In 400 yards, turn sharp right. അവിടെ ചൂടുണ്ടോ? Turn sharp right. ഞാൻ എ സിയിലേക്ക് അറിയില്ല. നോട്ടിക്കുന്ന ചൂട് ഇപ്പോൾ ഭയങ്കര ചൂടാണ്. ഈശി ഉണക്കി വെച്ചേക്കൊണ്ടാണ്. ഓക്കെ, S1 ഇടാവേ. ഗോലിയാത്ത് അതോ മാരത്തോൺ ഇടണോ? ഗോലിയാത്തിട്ടോ ഫസ്റ്റ്, എന്നിട്ട് മറ്റേ പോലോ ഗോലിയാത്ത് ഇടല്ലേ വണ്ടി എടുക്കട്ടെ. മൈക്ക് വെൽക്കം ടു സ്ട്രീം. അവിടെ നീ ആ വഴി പോയാ? നെക്സ്റ്റ് റേസ് ഞാൻ വരാം. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ മിസ്റ്റർ ആൻഡ് മിസ്സസ് ടൂംബ്രോ, സുഖമാണെന്നോ? മിസ്സസ് ഇല്ലടാ, മിസ്റ്ററേ ഉള്ളൂ. എടാ മലയാളി, വണ്ടി സെലക്ട് ചെയ്തോ? വണ്ടി അതിലെ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, നിനക്ക് എക്സാം ഇല്ലല്ലോ അല്ലേ? സോറി, 10ാം ക്ലാസ്സിനാണല്ലോ എക്സാം. കാർത്തിക് എവിടെ? അവനോട് ചോദിക്കണമായിരുന്നു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു. അവനെ കണ്ടിട്ടേ ഇല്ലെന്ന്. ഞാൻ പറഞ്ഞ കാർ വെച്ച് ചെയ്യോ? പറ, നീ ഏത് കാറാ പറ. അൻസാഫ് ജോയിൻ ആയല്ലോ, അത് കൺഫേം ആക്കാൻ ചോദിച്ചതാണോ? ഏത്? ഓഹോ, നല്ലതാ. നല്ല ഏതെങ്കിലും വണ്ടി പറയണേ. ഓ, എനിക്ക് നാളെ എക്സാം. ആ, അത് ശരി. അപ്പൊ എന്റെ പോലെ വല്ല എട്ടി പഠിക്കുന്നതൊക്കെ 8 9 പഠിക്കുന്നത്. എല്ലാരും S1 എടുക്കുക.
ആരോ പുറകിൽ നിന്ന് പറപ്പിച്ച് വരുന്നുണ്ടല്ലോ. അയ്യോ ഓ എന്റെ റേസ് ഇട്ട് എന്നെ സ്വന്തം ആയിക്കോളാം. എനിക്കൊന്നും കിട്ടണമെന്നില്ല. എല്ലാരും ഹസ്ബൻഡ് എടുക്കുക. അങ്ങനെ എന്തൊരു കാറില്ല, അത് കറക്റ്റ് നോക്കട്ടെ. എന്റെ കൊണ്ടോ നിങ്ങളെവിടെയാ? ഞാൻ കൂലിയത്തില്ല. You have arrived at your ഞാൻ destination. കൊല്ലാത്തിലുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഡ്രൈവ് അറിയാം. ലോട്ടസ് ഓക്കെ വെയിറ്റ് ലോട്ടസ് എമീറ എക്സ്ചേഞ്ച് ഇത് വരണോ? ഞാൻ ബോറോക്കാരുടെ തരുന്നാലേ. എമീറയാണോ? അത് ഏക്കാസ് ആളാ. ഷോപ്പിൽ കിട്ടുമോ നോക്കട്ടെ. സനുബ്രോ ബിഗ് ഫാൻ. മൈക്ക് സനുബ്രോയുടെ ബിഗ് ഫാനാണ്. എനിക്കിന്ന് എക്സാം ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ആ പറയടാ. ഏതൊന്നും എടുക്കണേ? ഞാനത് ഡൂമേ മൈക്കിനോടേ ആ അവിടെ നിന്ന് കഥാപ്രസംഗം നടത്താൻ ഇങ്ങോട്ട് വരാൻ പറയും. അടുത്ത റീസ് വരാൻ പറഞ്ഞു. ഇതൊന്നും അല്ല. നോക്കട്ടെ ലോട്ടസ് എവീജ ഇതല്ലേ? ഓക്കെ 994 ആണ് ഓൾറെഡി. ഹാൻഡിലിംഗ് എത്രയുണ്ട്? എ+ഓ? ഓഫ് അറിയില്ലടാ, നോക്കണം. കറണ്ട് പോയാ? അത് ശരി. നമുക്ക് ഡിഫോൾട്ട് കളറിൽ തന്നെ കൊണ്ടുപോവാം. എത്ര വില ഇത്? 25 ലക്ഷം. പണം പോട്ടെ, പെവർ വരട്ടെ. എന്നിട്ട് കൊള്ളത്തില്ല നിന്നെ കൊല്ലി ഞാൻ. ശരി, കാശെന്തേലും പോയി നോക്കട്ടെ. കൊള്ളാവുന്ന വണ്ടിയാണോടെ? ഇടാറായോ? എനിക്ക് ഞാനൊന്ന് പെട്ടെന്ന് വണ്ടി ഒന്ന് ട്യൂൺ ചെയ്തോട്ടെ. അത് ശരി. താങ്ക് യു. ഇലക്ട്രിക് ഇലക്ട്രിക് ആദ്യം 25 ലക്ഷം രൂപ കൊടുത്ത് ഇലക്ട്രിക് വണ്ടി മേടിപ്പിച്ചത് നീ എന്നെ കൊണ്ട്. ഇടരുത്, ഇടുമ്പോ പറയണം. പറയാം. ഇട്ടിട്ട് പറയരുത്, ഇടുന്നതിന് മുന്നേ പറയണം. ഞാനിപ്പോ വണ്ടി ഒന്ന് ഇറക്കിക്കോട്ടെ. ഇലക്ട്രിക് വണ്ടി എടുക്കാനാണോ നീ എന്റെ കാശ് കളിച്ചേ? വെൽക്കം ടു ദ സ്ട്രീം. ചിലപ്പോ ഉറപ്പില്ല. അത് ശരി, ഞാൻ അതിനെ കുറിച്ച് പഠനം നടത്തേണ്ടതായത്. ഇല്ല, അത് സ്റ്റോറി മോഡലുള്ളൂ. ഇലക്ട്രിക്കാടാ പുറത്തെ കട്ടവനെ. ഇലക്ട്രിക്കാ. ഐ സ്പെൻഡ് 25 lakhs ഇലക്ട്രിക്കാ. 2 ഗിയറെങ്കിലും ഉണ്ടാവുന്നുണ്ട്. 2 ഗിയർ ഉണ്ട്. അല്ല 3. ഇത് ഗിയർ ട്രാൻസ്മിഷൻ ഒക്കെ ഉണ്ടാ. 4 ഗിയർ. ആറ്റിങ് എത്താന്നില്ല. നമുക്ക് റേസിൽ പോയി പങ്കെടുത്ത് നോക്കാം. സൗണ്ട് ഞാൻ തന്നെ ഇടേണ്ടി വരും. അയ്യോ, ഇത് ഞാൻ റേസ് കളിക്കാതെ ചിലപ്പോ അതിലേക്ക് കയറി നടക്കുള്ളതാണ്. സൗണ്ട് ഇല്ലാത്തത് നമുക്ക് ഒരു ഐഡിയ കിട്ടത്തില്ല വണ്ടി എങ്ങനെയാ. ഇലക്ട്രിക് അല്ലേ ഇത്? ഇലക്ട്രിക് ആടേ. സൗണ്ട് ഇല്ല. ഭയങ്കര ഹോഴ്സ് പവർ. അതാണ് പ്രശ്നം. സൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ വണ്ടി എന്ത് പോക്കാണ് പോകുന്നത്. ഗ്രിപ്പിന്റെ കാര്യത്തില് 0. സ്പീഡ് നോക്കാനാ അതിൽ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതന്നെ ഇതൊക്കെ ഡോറ് തുറക്കുന്നിടത്തൊക്കെ ഉണ്ട് ഈ സൈഡ് മിററിന്റെ ക്യാമറ ഡിസ്പ്ലേ ഒക്കെ വെച്ചേക്കുന്നത്. അവിടെയൊക്കെ ആര് നോക്കും വണ്ടി ഓടിക്കാനാണെങ്കിൽ ഇത്ര സ്പീഡിൽ പോകുമ്പോ? എടാ, ഡോറിന്റെ സൈഡില് നമ്മൾ മറ്റേ ഡോറ് തുറക്കുന്ന ലോക്ക് വരേണ്ടടുത്ത് മിറർ ക്യാം വെച്ചേക്കുന്നു. അത് ചിരിച്ച് ഓക്കെ. ഞാൻ റേസ് ഇടുന്നതായാലും EVP. അയ്യോ, ഞാൻ S1 എന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഈ വണ്ടി എടുക്കാൻ പറ്റത്തില്ല. ഇത് S2 ആ വണ്ടി. അടുത്ത റേസിൽ എടുക്കാം. അടുത്ത നമുക്ക് വേറെ റേസില്ല. എടുത്ത പ്രശ്നമൊന്നുമില്ല. എക്സ് നമുക്ക് ഇവിടുത്തെ റോഡുകളിൽ ഇങ്ങനെ മര്യാദ ഓടിക്കാനുള്ളൊരു തിരിക്കാൻ പറ്റണ്ടടാ. അത്ര സ്പീഡല്ലടാ. അത് ഡ്രാഗ് റേസ് ഒക്കെ ആണ്. ഓക്കെ, ട്യൂൺ ചെയ്യ ഫെരാരി S1. പോടാ നിന്റെ ഓരോരോ പരിപാടി. S1 എന്റെ NSX എടുത്തുന്ന പരീക്ഷിക്കട്ടെ. റിക്വസ്റ്റ് ഇട്ടുണ്ട്, എല്ലാരും ഓക്കെ അടിക്കുക.
മനസ്സാഫൊക്കെ ഉണ്ട്. അയ്യോ ഈസിയിലല്ല അവരൊക്കെ. പ്ലീസ് വെയിറ്റ് ഫോർ ദി ഇവന്റ് സ്റ്റാർട്ട്. ഉണ്ടാ ഭാഗ്യം. ഇവിടെ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നാണോ? ശരി. ബോറോ കാർ ഏതാ? ഡൂമ നിർത്തണേ? ഞാൻ NSX അക്കുറ ഹോണ്ടല്ല അക്കുറ. ഞാനതിനെ എടുത്തു. കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല, നോക്കാം. നല്ല വേറെ വണ്ടി ശരി എടാ, അത് എസ്റ്റ് വേടാ, അത് അടുത്ത റേസിൽ എടുക്കാം. ഫെരാരി നീ ഏതാ പറഞ്ഞ? ഫെരാരി S1 ആണ്. കുറെ വണ്ടി ട്യൂൺ ചെയ്യാനുണ്ട്. ഒരു ദിവസം സമയം കിട്ടുമ്പോൾ ഇനി എല്ലാം ട്യൂൺ ചെയ്യണം. പഗാനി സനുമുറ ആയിരിക്കും. അത് S1 നല്ല കാരണം അത് S1 തന്നെയാ. എൻ്റെ S1 അത്. ഫുൾ കോൺസെൻട്രേഷൻ ചെയ്യണ്ടേ? ടീമാണല്ലേ? ടീമാ. ഞാൻ S1 ടൂൺ പൊളിയാണ്. വരെ എഫക്ട്സ് എന്റെ ഇരിക്കുന്ന 2 FX ഞാൻ പിടിച്ചോണ്ടാ. എനിക്ക് കണ്ടുപിടിക്കാറില്ല. ഞാൻ ലാസ്റ്റ് വന്നാലും S1 ആക്കാം ഞാൻ. ശരി ശരി ശരി. കുട്ടിയില്ലേ റൂമേ? വല്ലതും പറയും, എന്നാലും റൂമിന്റെ കൺട്രോള് വിട്ടിട്ട് എങ്ങനെയും പോകുള്ളൂ. റൂമേ ഇത് ഓണാക്കിയില്ലേ VPN? ഇല്ല, അയ്യോ പ്രശ്നമില്ലായിരിക്കും. ചെറിയ പ്രശ്നമില്ലായിരിക്കും. ഓടിച്ചിട്ട് കേട്ടാ റെഡിയാണല്ലോ ഇവിടെ. PC എടുക്കാൻ സ്പെക്ക് തീരുമാനിച്ചത്. ഏതാ സ്പെക്ക്? കേക്കട്ടെ. ഞാനിവിടുത്തെ ആദ്യം എൻ്റെ നേരത്തെ PC ഉണ്ടായിരുന്നത് ഞാൻ ഇവിടുത്തെ ചെറിയ ഷോപ്പിൽ നിന്നാണ് മേളില്. പിന്നെ ഞാനിത് പാർട്സ് ഇങ്ങനെ മാറ്റി മാറ്റി ഞാൻ സ്വന്തമായിട്ട് പിടിപ്പിച്ചതല്ല. അറിയത്തില്ലായിരുന്നു, ഇങ്ങനെ പഠിച്ചു. എനിക്ക് ആകെ പേടി ഉണ്ടായിരുന്നത് പ്രൊസസർ കണക്ട് ചെയ്യാനായിരുന്നു. കാരണം അതിന് പിന്നെ ആകുമ്പോഴുള്ള പേടി മാത്രമാണ്. അത് പിന്നെ ഒരു കൂട്ടുകാരൻ എനിക്ക് ധൈര്യം തന്നു. പ്രൊസസർ ഇപ്പോ i5 എന്ത് ഏതായാലും പിന്നെ വളഞ്ഞിട്ടുണ്ടോ എനിക്കറിയത്തില്ല. ഇതൊരു പ്രശ്നമൊന്നുമില്ല. ഇവിടെ അങ്ങനെ എടുത്തു പറയത്തക്ക ഷോപ്പുകളൊന്നും ഇല്ലടാ. ചെറിയ ചെറിയ ഷോപ്പുകൾ. അയ്യോ, അവരെക്കാട്ടും സെറ്റപ്പായിട്ട് എനിക്കറിയാം. ഇവിടുത്തെ ഷോപ്പുകളിലൊക്കെ ഞാൻ അറിയാം. പ്രശ്നം അവർ ഈ കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന പ്രൊഡക്ട്സ് നമുക്ക് പുഷ് ചെയ്യും. നമ്മൾ സ്പെക്ക് അങ്ങോട്ട് പറയുമ്പോൾ അവർക്ക് അത്ഭുതമാണ്. എനിക്ക് അങ്ങനെ അറിയാമെന്നുള്ളതുകൊണ്ട് അവരോട് ചെയ്യും. എന്നാ ചോദിച്ചാൽ അവരുടെ ഫോക്സിൽ മാത്രമേ. കാരണം അതിന് കമ്മീഷൻ കിട്ടുന്നുണ്ടാകുമ്പോൾ അത് മാത്രമേ എടുത്ത് വെക്കുള്ളൂ. ഫസ്റ്റ് PC ഞാൻ എടുത്തപ്പോൾ അന്നത്തെ വില വെച്ചിട്ടൊരു അത് ചെറിയ സ്പെക്കായിരുന്നു. അതൊരു 36 രൂപയുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോന്നോരോന്ന് മേടിച്ചുകൊണ്ട് എനിക്ക് കറക്റ്റ് ഞാൻ ഏകദേശം ഒരു കോസ്റ്റ് കൂട്ടി നോക്കിയപ്പോൾ ഒരു 70 ഇപ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു 70 to 80 ഇടയ്ക്ക് നിൽക്കും. മൊത്തം സ്പെക്ക് വായിക്കാൻ കണ്ടോടാ. ഇപ്പൊ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വയ്യ. മറ്റേ ചാറ്റിൽ ആരൊക്കെ വരുന്നുണ്ടല്ലോ. ജോൺസ്റ്റോ അതെ പുളി അതാ പോയി. അതാണ് ചാറ്റ്. ചെക്ക് പോയിന്റ് പോയി. അതാണ് ടീം മൊത്തം പറകിലാണോ? ജോൺസ്റ്റോ വെൽക്കം ടു സ്ട്രീം. ഓ 1.66 EMI ഇട്ടാ.
അപ്പോൾ നീ EMI കിടാൻ തുടങ്ങിയോ? ബാങ്ക് കയറുവാടാ റെട്ടിമേ. കീബോർഡ് ഇച്ചിരി പവർ കീബോർഡാ. ലോജിടെക്കിന്റെ G915. ഇത് ഞാൻ മേടിച്ചല്ലേ, ഇതെനിക്ക് എൻ്റെ അളിയൻ ഗിഫ്റ്റ് തന്നാണ്. അതുകൊണ്ട് ഇച്ചിരി പവർ ആയത്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മറ്റേ മൈക്രോസോഫ്റ്റിന്റെ ഒരു ചാത്താൻ കീബോർഡായിരുന്നു. സ്റ്റീലൊന്നുമില്ല, വയർലെസ്സാ. പക്ഷെ ഞാൻ വയറായിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. കാരണം അതിന് ഡോങ്കിൾ കാണാൻ പോയി. ഡോങ്കിൾ മാത്രമായിട്ട് മേടിക്കാനും കിട്ടും. ആരൊക്കെ ചാറ്റ് മിസ്സായിട്ടുണ്ട്. ഓൺ V3 വെൽക്കം ടു സ്ട്രീം ബ്രോ. മലയാളിയിലും കയറ്റിയിട്ട് കുണൂനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡൂമ് കാട് ഇപ്പൊ കട്ടാവുന്നാന്ന് തോന്നുന്നത്. പ്രതീക്ഷ ഉണ്ട് എങ്ങനെ പോലും. ബ്ലെൻഡർ പഠിക്കുന്നുണ്ട്. നല്ലൊരു കാര്യം. ബ്ലെൻഡർ നല്ലതാ. പണ്ട് എൻ്റെ ഒരു ബ്ലെൻഡർ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്നെ ചെയ്യണത് നടത്തിയതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. ചുമ്മാ ഒരു കൗതുകത്തിന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തു. യെസ്, ആ ഗെയിമിനകത്ത് തന്നെ ഓപ്ഷൻ ഉണ്ടല്ലോ, mods.io എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ. റണ്ണറിൽ ഇച്ചിരി പാടാണ് മോഡ് കിട്ടാൻ. ഹലോ ഹലോ, നമ്മളെ ഏറ്റവും പറകില്ലേട്ടോ. എന്റെ വണ്ടി സ്റ്റോപ്പ് സ്പീഡില്ലാത്ത ഡൂമും ഒപ്പൊക്കെ ചാടി കയറും. ഇല്ല എനിക്ക് ചെയ്യാൻ പറഞ്ഞില്ലേ, എനിക്ക് സ്റ്റിയറിംഗ് എന്തോ സീനായി. ഗെയിം റീസ്റ്റാർട്ട് ചെയ്താലേ റെഡി ആവുള്ളൂ. ഞാൻ ഇടയ്ക്ക് സെറ്റിങ്സ് മാറ്റാൻ പോയതാ, പറ്റിപ്പോയത്. ഭയങ്കര കട്ടി. ഈ വണ്ടി കട്ടിയ ഈ വണ്ടിക്ക് ഭയങ്കര കട്ടി. ഏടാ അല്ലടാ, ഞാൻ കുറച്ച് സെറ്റിങ്സ് മാറ്റിയായിരുന്നേ. അപ്പോൾ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നലെ കുഴപ്പമില്ലായിരുന്നു, ഇന്നിപ്പോൾ ഭയങ്കര ടൈറ്റ് പോലെ. അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ മാറുമോ? എങ്ങനെ? അല്ലാണ്ട് മാറ്റി കഴിഞ്ഞാൽ മാറും. സെയിം സെറ്റിങ്സ് അല്ലല്ലേ വരിക? അല്ല, ഞാൻ ഗെയിമിലെ സെറ്റിങ്സാണ് മാറ്റിയത്. ഞാൻ ഇച്ചിരി കൂടെ ഒരു ഫോഴ്സ് ഫീഡ്ബാക്ക് ഇച്ചിരി കൂടെ കൂട്ടിയിട്ടാ ഇന്നലെ ഇത്ര പ്രശ്നമില്ല. പക്ഷെ ഇന്നിപ്പോൾ ഭയങ്കര ഒരു ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനത് ഒന്നും ചെയ്യാറില്ല. ഞാൻ അതുപോലെ തന്നെ ഇടയ്ക്ക് മറ്റേ സ്പ്രിങ്ങിൻ്റെതൊക്കെ മാറ്റി. സ്പ്രിങ്ങിൻ്റെത് ഞാൻ മാറ്റി നോക്കി. പക്ഷെ എന്നിട്ട് ആ ഒരു ഇത് സ്പ്രിങ്ങിൻ്റെ മാറ്റുമ്പോൾ അതാണ് ഭയങ്കര ലൂസാണ്. ഇത് അത്രയും വലിയ ലൂസാണ്. ഇത് ആ ലോജിടെക്കിന്റെ അല്ല ഉപയോഗിക്കണേ ചേച്ചോണേ. അതിൻ്റെയൊക്കെ മറ്റേ ആ സെൻറ്ററിലുള്ള പാട്ടില്ല, നമുക്ക് ബ്ലൂ കളറാണോ? ബ്ലൂ അല്ല, ബ്ലൂ കളറല്ല. നടുക്കിൽ നമ്മള് ഈ മോമോ ലോഗോയില് അത് മാത്രല്ല, ബ്ലൂ കളറിലൊരു സാധനം ഇല്ല നടുക്കായിട്ട്, വീലയില്. അത് നഖം ഒന്ന് ചെറുതായിട്ട് കൊണ്ടുകഴിഞ്ഞാൽ മതി, അത് മൊത്തം ഇളയും. ഈ നഖം ചുമ്മാ തൊട്ടാ അപ്പോഴും ഇളകിപ്പോ. തൊട്ട് നോക്കണ്ട കേട്ടോ. ഞാൻ എൻ്റെ ഒരു കസിൻ ഇടയ്ക്ക് വന്നപ്പോഴത്തേക്ക് അവനിങ്ങനെ ഇത് പെയിൻ്റ് ആണോ അറിയാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് നഖം വെച്ചൊന്ന് തൊട്ട് നോക്കിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഭാഗം ഇളയോ. അപ്പം ഞാൻ പോയി കഴിഞ്ഞപ്പോൾ അത് പരീക്ഷിച്ച് നോക്കാണ്ട് ഞാനും ഒന്ന് തൊട്ട് നോക്കിയപ്പോൾ ബാക്കിയും കൂടി പോകും. പോയി കല്യാണം കഴിഞ്ഞാണോ? കല്യാണം കഴിഞ്ഞിട്ടില്ല. ആ ചോദ്യം കണ്ടപ്പോഴേ വണ്ടിയുടെ ഫ്രണ്ട് കയ്യിൽ എൻ്റർ പോസ്റ്റ് നമ്മുടെ ടീമാ, കുഴപ്പമില്ല.
നമുക്ക് കുറച്ച് ഡേവർ കളിച്ചാലോ? ഡേവർ ആ നീ അന്ന് പറഞ്ഞല്ലേ. ആ വണ്ടി വേണ്ടായിരുന്നു. ഈ വണ്ടി ഇതിന് മുന്നിൽ പിടിച്ചിരിക്കുന്നത് കൊല്ലാത്ത കളിക്കാനുള്ള പവർ വണ്ടിക്കില്ല. എക്സ് ഒക്കെ ആണെങ്കിലേ ഞാൻ ഫസ്റ്റ് അടിച്ചാണ്. ആ അത് നീ എന്നാളും ഫസ്റ്റ് അടിക്കും. എക്സ് ആണെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ കാട്ടി കിടക്കും. നീ എന്നാളും അതെ എനിക്ക് എക്സ് നല്ല കൺട്രോൾ ഉണ്ട്. അവിടെ നീ ചിലപ്പോ ഉണ്ടല്ലോ എന്നാ ഇട്ടേക്കുന്ന ടൂണിന്റെ ആയിരിക്കും. മനസ്സിലായോ? ഞാൻ യൂട്യൂബിൽ നോക്കിട്ട് എന്താ ആവശ്യമില്ല കാട്ടി കയറി. ഇതിപ്പോ മടുക്കുന്നുണ്ടോ എന്നാടാ മനസ്സിലായില്ല. ഓ ഇതില് മറ്റേ ഇതൊക്കെ വെക്കണ എങ്ങനെയാ? മറ്റേ റാമ്പൊക്കെ വെക്കില്ലേ കസ്റ്റമൈസ്? എന്നാ വെക്കുന്നത്? റാമ്പൊക്കെ വെക്കില്ലേ മാപ്പിലോ? അല്ലല്ല നമ്മളിങ്ങനെ റൂട്ടിൽ നമ്മള് റാമ്പൊക്കെ വെച്ച് നമുക്ക് ഇഷ്ടം നമുക്ക് റാമ്പൊക്കെ വെക്കാൻ പറ്റും. അത് കസ്റ്റം ഇവന്റ് ക്രിയേറ്റ് ചെയ്യണോടാ. ആണോ? റേസ് മറ്റേ ഇവൻ മറ്റേ ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നീ എഡിറ്റ് ചെയ്യണം. റൂട്ട് എഡിറ്റ് ചെയ്യണം. സലുബ്രോ ഫസ്റ്റ് പിന്നെ അല്ല സലുബ്രോ പ്രോ ആയി. നിങ്ങളൊക്കെ അവിടെ പോയി കിടക്കാം റാംപേജ്. എവിടെ പോയിരിക്കും വേരെടുക്കുന്നുണ്ടോ? ഞാൻ വീണ്ടും പഴയ സെറ്റിംഗ്സിലോട്ട് തന്നെ പോവാം. അയ്യോ ഗിയർ മാറാനായ സ്റ്റിയറിംഗ് തന്നെ കാണാൻ കിട്ടുന്നത്. കുറേ നേരത്തും കയറി വരുന്നു. അത് കട്ടായോ? റാംപേജ് ബ്രോ സ്പെക്ക് പറയാം. കട്ടായില്ല. മലയാളിയിലെ പിടി നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാൻ പറ്റുമോ യൂട്യൂബില്? സലുബ്രോ 2 വളം അപ്പുറമാണല്ലോ. ഇത്രയും ഗ്യാപ്പിട്ട കിടക്കും. രണ്ട് ബാക്കിൽ ആൾക്കാരുണ്ടായതാ. ഞാൻ വർത്തമാനം പറഞ്ഞു പോസ്റ്റിനെ പിടിക്കാൻ പറ്റും. പോയിന്റ് കൂട്ടാനല്ലേ 9 പോയിന്റ് വ്യത്യാസമുള്ളല്ലേ? എന്റെ മുന്നിൽ കോസ്റ്റ് അടുത്താണെങ്കിലേ വണ്ടി നല്ലത്. ഞാൻ മറ്റേ സുമതിയോടെ എത്താറായി. അപ്പൊ നിങ്ങൾക്ക് ടൈം പിടിച്ചോ. ഡോങ്കിയോളം കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് വളവില്ലേ? കൂട്ടത്തിന്റെ നിങ്ങളുടെ അടുത്ത് പ്രോ ആരാണ്? പ്രോയിനോടാണ് നീ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത്. റാംപേജ് അല്ല ഞാനല്ലോ. അങ്ങനല്ല അവ ചാറ്റിൽ സംസാരിച്ചോണ്ടിരിക്കുക റാംപേജുമായിട്ട്. ചിലരൊക്കെ അവനെ ഫയലാന്ന് പറയുമെങ്കിലും പ്രോയാ. അസൂയക്കാർ പലരും പറയും ഫയലാണ്. എനിക്കിടയ്ക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും ഞാൻ അവൻ്റെ കഴിവിനെ അംഗീകരിക്കുന്നു. കാരണം കീബോർഡൊക്കെ കളിച്ചോണ്ടിരുന്നതാ. കീബോർഡിൽ അവൻ അത്ര അടിപൊളിയായിട്ട് കളിച്ചോണ്ടിരുന്നിട്ട് ഇപ്പം കൺട്രോളറിൽ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അത് ശരി മേടിക്കും. നിങ്ങളുടെ ടീമില് നൂപാരാ നൂപ്പൊന്നും ഇല്ലട. ഇപ്പൊ എല്ലാരും പ്രോ ആയപ്പോ നൂപാരും ഇല്ല. ഫസ്റ്റ് ജയിച്ചിട്ടില്ല. നിങ്ങളെല്ലാം കേറി പിടിക്കേ. ജയിച്ചു. റേസ് എൻഡിങ് പിടിക്കാൻ പറ്റില്ല. ഞാൻ ഫിനിഷ് ചെയ്തു. ടീം വൈസില് ഞങ്ങളാണ് ആരെങ്കിലും ഒരാൾ പിടിച്ചാൽ മതി. നമ്മുടെ ഇവിടെ ഉണ്ട് സുമതികളോ. അത് തന്നെ സിനിമ മലയാളി 449 ആയി. നമ്മൾ 450 അടിക്കണം. പക്ഷെ 450 അല്ല 500 അടിക്കണം. നല്ല ഫേസ് ആയിരുന്നു. പിന്നെ അതങ്ങോട്ട് പോയി. പിന്നെ കിട്ടിയിട്ടില്ല. അയ്യോ സെറ്റിങ്സ് പഴയ പോലെ പോയാൻ ഒരു രക്ഷയില്ല.
കൈകളായത് തീരുമാനവും അമ്മാതിരി അടി. നമുക്കത് പോയി. കാണുമ്പോൾ അറിയത്തില്ല ഇങ്ങനെ ഇങ്ങനെ ഉറച്ചോണ്ടിരിക്കും. അപ്പൊ നമ്മൾ പിടിച്ചു നിർത്താൻ നോക്കുമ്പോൾ ബ്രോ എ ബിഗ് ബീസിനെ എങ്ങനെ അറിയണേ? ബിറ്റിസിന് ഞാൻ പണ്ട് തൊട്ട് സബ്സ്ക്രൈബറാണ്. ജിറ്റിയുടെ വീഡിയോസ് ഇട്ട് തൊട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പരിചയപ്പെട്ടത് ഞാൻ ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് F1 ഞങ്ങൾ ലീഗ് റേസിൽ കയറാൻ നിന്നപ്പോൾ അവിടെ നിന്ന് പരിചയപ്പെട്ടു. പേഴ്സണലി പരിചയപ്പെട്ടു. ഒരു 18 സ്ഥലം എവിടെയാന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അങ്ങനെ പറഞ്ഞോളൂ. എനിക്കറിയാമായിരുന്നു, ഞാൻ മറന്നുപോയി. ഞാൻ പുള്ളിയുടെ മറ്റേ വീഡിയോ കാണാറ്, മറ്റേ ഫാമിങ്ങിന്റെ ഒക്കെ ഷോറൂമൊക്കെ ഏതാണ് ലാപ്ടോപ്പ് ഓൺ അവിടെ നിന്ന് ശരി. നിന്റെ PC പോലെ 80 റുപ്പീസ് തരാനുണ്ടോ? ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ഞാൻ മേടിക്കാൻ വേണ്ടി ഇവിടെ ഞാൻ ആരോ ചലഞ്ച് ചെയ്തു. 18,000 രൂപ തരാനുണ്ടോ? അങ്ങനെ കൊണ്ടുതന്നെ ആരെ ആദ്യം മഴയുണ്ടോ അത് പോടട്ടോ കൂടി കൂടെ പോകണം. നേരത്തെ എടുത്ത വണ്ടി മറ്റേ സെക്കൻഡ് കൂലിയത്ത എന്തൊരു മഴന്റെ പോ. സ്റ്റിയറിംഗ് വീൽ എടുക്കാനാണ്. അത് ശരി. ഉണ്ടായത് എൻ്റെ 18 ഞാൻ ആ BX-ന്റെ വീൽ എടുത്തേ. ലാപ്ടോപ്പ് ആകെ ഹാങ് ആയടാ, അതൊന്നും ചെയ്യാൻ പറ്റണില്ല. അതെന്താണാവോ? ആ ഫയൽ എടുത്ത് കളാ ആദ്യം. താങ്ങണ്ടാവില്ലടാ. ഏസറിന്റെ ഐട്ടോന്ന് പറഞ്ഞിരിക്കാ. ലാപ്ടോപ്പിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല. ബൂട്ടിങ്ങിലാ. അത് റീസ്റ്റാർട്ട് ചെയ്യ്. മിറർ കൊണ്ട് വെച്ചേക്കും. കാണാൻ കയ്യിരിക്കുന്നു. ശരി, തിരിച്ചറിയണം. മൈക്ക് വന്നിട്ടാ അവിടെ എന്റെ അപ്പൊ ഈ വണ്ടി ഇത് ഞാൻ വിൽക്കാൻ പോയത് തിരിച്ചു വിറ്റാത്തോ. You've just been challenged to a head-to-head. Turn around. ഞാൻ വരട്ടെ, ഞാൻ കുറച്ചു നേരം ഉണ്ടാവുള്ളൂ. നീ ഇപ്പൊ വരാനായി. ഡ്രാഗ് റേസ് ചെയ്യാം. ഡ്രാഗ് റേസ് നോക്കട്ടെ. അയ്യോ മഴ റൂം എടുത്തിട്ടോ. മൈക്ക് ഇല്ലടാ. മൈക്ക് വന്നോ? ലൈവ് ഉണ്ടോ? ഇല്ല ഇല്ല. എന്നാ കോൺവോല് എടാ അവ ഏതാ കൊണ്ടാ? You've just been challenged to a head-to-head. ബൈ ചെയ്യാനാ വൃത്തം കെട്ടവനെ ശബ്ദം കേട്ട് മനസ്സിലായില്ലേ? മേടിച്ചിട്ട് ഇപ്പൊ കാശ് പോയി വെറുതെ. ഇല്ല റാംപേജ് സംസാരിക്കണായിട്ട് വേറെ ആരാ? അല്ല ടെസ്റ്റ് എന്റെ മോനെ നീ തിരിച്ചു. എടാ ഞാൻ തേങ്ങ പൊട്ടിക്കട്ടെ സിസ്റ്റഡേ തേങ്ങ പൊട്ടിക്കട്ടെ. തേങ്ങ പൊട്ടിക്കാൻ തിരിവ് കൊടുക്കട്ടെ ഞാൻ മോനെ. കുട്ടി വിട്ടതില്ല. കുട്ടി ക്രിസ്ത്യനെ കടിച്ചാൽ തൂക്കട്ടടാ. അത് ഓടിക്കാൻ അറിയാവുന്നവർക്ക് കിട്ടിയ സീനാണ്. അത് ശരിയാ, ഓടിക്കാൻ അറിയാവുന്നവർക്ക് കിട്ടണം. ആരാണ്? ഓ ഇതെന്താണ്? ഞാനാണ്. അതാരാണ് മൈ? പേരില്ലേ മൈക്ക് ബ്രോ എന്ന് പറഞ്ഞ പേരില്ലേ? പേര് പറയാടാ. ആരാടാ? ഗെയിമിങ്ങിന് ഓർമ്മയില്ലേ? അറിയാ. അവിടെ പേര് മറക്കരുതില്ല. അങ്ങനെ എങ്ങനെയാടാ വർക്കാം? ട്രെയിൻ വരുന്നു. ട്രെയിൻ കണ്ടിട്ട് വരാം.
താങ്ക് യു. ട്രെയിൻ ഒക്കെ പോയോ? പക്ഷെ പി സി ഇല്ല, പി സി ഇല്ല. പറയുമ്പോ എളുപ്പമാടാ, നീ സ്റ്റിയറിംഗ് ഒക്കെ മേടിച്ചിട്ടൊന്ന് ഓടിച്ചു നോക്കാം, പറയാം. മൈക്ക് റിക്വസ്റ്റ് എപ്പോഴുണ്ടല്ലോ. ഞാൻ ഒന്നുകൂടെ അയക്കട്ടെ. ഏതാണ് S1S2 ആടാ? മറ്റേ മൽബ്രോ ഗെയിമിംഗ് കിട്ടും. ഞാൻ കയറാനുള്ളത് ഞാൻ ഒരാള് കാണാം. എന്റെ മോസാടെ സ്റ്റിയറിംഗ് വീൽ. DNT വരാൻ മോസമുള്ള ഒരാളുണ്ട് ഇവിടെ. അയച്ചിട്ടുണ്ട്. അല്ല ഫോണിലോ മറ്റേ എടാ അവന്റെ PC യിലാന്നല്ലേ അവൻ പറഞ്ഞത്. ഓൺലൈനിൽ പി സി ഉണ്ടായിരുന്നതാ. റാമേജ് ഡുക്കാട്ടി പുതിയ വണ്ടി ഇറക്കിയത്. റാമേജ് ഓഫ്ലൈനാണ്. ദാ വന്നോണ്ടിരിക്കുക. പോലത്തെ ഒന്നും ഇല്ലെന്നാ. അത് ശരി. ജീവോട് ചോദിച്ചു നോക്കില്ല, അപ്പൊ മോശം കൊടുക്കുമായിരിക്കും ചീപ്പ് റേറ്റിൽ. ഒട്ടും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ എല്ലാവരും ഗ്യാരണ്ടിയാണ്. അയ്യോ എന്തോ സംഭവിച്ചു. നിങ്ങളൊക്കെ എവിടെയാ? വന്നു ലാപ്ടോപ്പ് ഓണായി. ഇനി ഗെയിം എടുത്താ മതി. കോമഡി സാധനമല്ല, AI വന്നപ്പോ കോമഡി സാധനമല്ല, വേറെ റൂൾസൊക്കെ വെറുതെ ചാടി കളിക്കും. എവിടുന്ന് വരും? ഒക്കെ എല്ലാരും വന്നോടാ, എല്ലാരും വന്നോടാ. ഇല്ല റൂമേ മറ്റേ റാമ്പേജിന് ഓൺലൈനിൽ കാണിക്കുന്നൊക്കെ എനിക്ക് ഇവിടെ കാണിക്കുന്നത്. എനിക്കതൊക്കെ ഈ റൈസ് തന്നെ കേട്ടോ, എനിക്ക് സമയമില്ല. എല്ലാരും ഈ റൈസ് തന്നെ കാണും. ഞാനത് എത്തിയെന്നുള്ളത് മാറ്റം പറയാം. ഏതാ ക്ലാസ് ഏതാടാ? റെഡ് വണ്ടി കൊണ്ടുപോകുന്നുണ്ട്. റൂമേ ഏതാ ട്രാക്ക് ഏതാടാ? ബാക്കിൽ കൊലിയാത്ത് തന്നെയാടാ, S2 കൊലിയാത്ത് തന്നെയാടാ. അല്ലാതെ വേറെ S2 ഇടാൻ പറ്റിയ ട്രാക്ക് ഒന്നും ഞാൻ കേറിക്കൊണ്ടിരിക്കാം. മറ്റേ ഇതിട്ടാ കോരിയത്ത് കഴിഞ്ഞിട്ട് ട്രാക്ക്. വണ്ടി കളയല്ലേ. ശരിയെന്നാ കൊല്ലിക്കുളം പോലെ കൊല്ലൊന്നും അടിച്ചിട്ട് എന്തിട്ട് ലിസ്റ്റഡ് കേറിയാ കേറിക്കൂടാ. നീ അവിടെ എന്ത് നോക്കിയിരിക്ക? ഞാൻ ജിമ്മിന് പോയി തുടങ്ങിയിട്ട് രാവിലെ ഭയങ്കര ബിസി ഷെഡ്യൂളാണ്. ഞാൻ രാവിലെ 5 മണിക്ക് അപ്പോ എല്ലാം കൂടെ സമയം ശരിയാവില്ല. ഹലോ പോവുകയാണ്. പോലെ ഞാൻ ഇവിടെയും ഒരു ദിവസമാണ്. എവിടെ? നിങ്ങളുടെ നാട്ടിലാണ്. അല്ല എല്ലാം റെഡിയാണ് പറയാൻ. ഒന്ന് മറ്റേ റിക്വസ്റ്റ് എപ്പോ ഇടണേ? എല്ലാവരും പറഞ്ഞെ. ഡോമിനെ ജോയിനിങ് കാണിക്കണ്ടല്ലോ.
പക്ഷെ അവനൊരു മണ്ടനാണ്. അതാണ് പൊള്ളിച്ചുള്ള വർത്താനം. ഉണ്ടല്ലേ, പിന്നെ അങ്ങോട്ട് ഓടിച്ചോ. നിങ്ങളാരും ഗെയിമിൽ കാണണ്ടല്ലോ. കുറെ പേര് അതൊക്കെ പോലെ മുഹമ്മദ് റിസ്വാൻ. അത് ശരി. ഞാൻ കയറല്ലടാ. സുമിത്ത് ജോയിനിങ് എന്ന് കാണിക്കുന്നു. ബ്രോ കം ഓൺ ലെറ്റ്സ് മീ. ഫുൾനെയിമൊക്കെ എന്തിനാടാ? ഗോലിയത്തല്ലേ? ഞാൻ പ്രയോഗിച്ചതാ. വരുന്നുണ്ടോ? അയ്യോ കയ്യിൽ പോയേ. എന്താണ് തുടങ്ങാനല്ലേ കുറെ നേരമല്ലോ. ഹലോ പ്രശ്നം നാരഞ്ഞത് അറിയില്ല. ഓഫ്ലൈൻ ആണ്. രണ്ടിലും കാണാനില്ലല്ലോ. റൂമേ നിങ്ങൾ കഴിച്ചു പറഞ്ഞിട്ട് പോയതല്ലേ? അല്ല അങ്ങനെ പറഞ്ഞ എനിക്കറിയില്ല. നിങ്ങൾ കളിച്ചു വന്നിട്ട് പറഞ്ഞ ലാസ്റ്റ് കേട്ടത്. രണ്ടിലും കാണില്ല. എന്നായിടാ മെന്റൽ കോസ്റ്റ് ലെഫ്റ്റ് ആയല്ലോ. എന്താ പറ്റി? അല്ലേ വലിയൊരു നല്ല ട്യൂൺ ഉണ്ടോ അറിയില്ല. എന്താണ് AMG വന്നോ? എന്താണ് മനസ്സിലായില്ല. ട്വിസ്റ്റർ ഇൻവൈറ്റ് ചെയ്യടാ. ഇതെന്താ പ്രോബ്ലം? മൂലൊക്കെ ആയിരിക്കുന്നത്. എനിക്ക് നെറ്റ്വർക്ക് കണക്ട് ആയി പോകുന്നത്. സ്റ്റാർട്ട് ചെയ്തോ. ഏതാണ് ഈ സാറ്റസ് ഫാമിന്ന് ശരിയാണ്. അവിടെ ടെസ്റ്റ് അല്ലേ? പിന്നെന്താണ് നമ്മളാണ് നമ്മളാണ് എന്റെ അപ്പുറത്ത് വേറെ ഓക്കെ ഇടണ്ടേ? അയ്യോ ഞാൻ റെഡി ആയിക്കോ. അനുഭവം കഴിക്കോ? എല്ലാവരും ഇപ്പം വണ്ടിയൊക്കെ എടുത്തിട്ട് വരും. മലയാളി ലെഫ്റ്റാ. അത് പറ്റി കുണുകൂടുണ്ടോ? കുണില്ലെന്നോ? ഇപ്പൊ വരാന്നങ്ങോട്ട് പറഞ്ഞു പോയത്. നിങ്ങൾ കളിച്ചോളാൻ പറഞ്ഞു. എപ്പോഴേക്കും തുറക്കണത്
ഇവിടെ എനിക്ക് റിക്വസ്റ്റ് ഒന്നുമില്ല കേട്ടോ. തുടങ്ങിയിട്ടില്ല. വെയിറ്റിംഗ് ഫോർ അതർ പ്ലേയേഴ്സ് കാണിച്ചിരിക്കുക. ഇപ്പൊ വൈൻഡിങ് സെഷനായി. ഇത് വന്നില്ലേ? ഇല്ല. ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. മൈക്ക് വന്നാ 2 match created event, please wait for the event start എന്ന് പറഞ്ഞു. അതേ ഇപ്പൊ പോയില്ല. ചെയ്യാനൊന്നുമില്ല. ആരും പോയി. ക്യാൻസൽ ചെയ്തു. അയക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അയ്യോ, വഴി മാറിപ്പോയി. ഗോലിയാത്തും കേട്ടാണ്. വർത്താനം പറഞ്ഞേ വഴി മാറി. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഇടാവേ. ആ ഓക്കെ അവിടെ മലയാളി എന്താന്ന് ചോദിച്ചാൽ മലയാളി പോയതാണ്. പറഞ്ഞത് പോവാന്ന് പറഞ്ഞാൽ ഒരു റേസ് പൊക്കോളാൻ പറഞ്ഞത്. അനുഭവം എന്നെ വെയിറ്റ് ചെയ്യണം. പക്ഷെ അനുഭവം വെയിറ്റ് ചെയ്യില്ല. കാരണം പോയല്ലേ സമയത്ത് എവിടെ നിന്ന് വേണ്ടി വരും. ഞാനൊക്കെ ഇനി പറകില്ല അവിടെ നമ്മുടെ ഹാക്കറൊക്കെ വന്നു. അതാരാ? ഓക്കെ, ഇടുന്നേ. യെസ്. Saurabh Bridgewood, hi bro, welcome to the stream. അതെ, ഓക്കെ അമർത്തിപ്പോ വണ്ടി കാട്ടിപ്പോയി. ലെൻഡർ അമർത്തി നമുക്ക് വീട് കാണിച്ചായിരുന്നു. സ്റ്റാർട്ടായ മൈക്ക് വന്നോ? ഞാൻ കോടത്തന്നെ എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യുവാണോ? ആടാടാ സ്റ്റാർട്ട് ചെയ്തു. എല്ലാരും S20 ടെൽവിനെ നിങ്ങൾക്ക് സ്റ്റാർട്ടായി. അടുത്തേക്ക് റിക്വസ്റ്റ് ഒന്നുമില്ലേ? ഗൈസ്, വാച്ച് ചെയ്ത് ലൈക്ക് ചെയ്യുക. സബ് ചെയ്യാത്തവരുണ്ട് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഫേവർ കാണിക്കും എല്ലാവരും. നെക്സ്റ്റ് ഓക്കേടാ നെക്സ്റ്റ് കയറ്. ഞാൻ പോർഷ എടുത്തു 914. അത് ശരി. വെട്ടുപോയി. ടീമാ മൈക്കില്ലല്ലോ. ടീമാ ആരാടാ പോറക്കാർ കൊടുത്തു? ഞാൻ മെയിൻ ടീമൊക്കെ പോർഷാകാ ഞാൻ എന്നെ നോക്കണം കേട്ടോ. ഞാനെല്ലാം കാട്ടിക്ക്. ഇതേതായി വേണ്ടി ഞാൻ ഫ്രണ്ടില്. മിക്കി ബ്രോ നമ്മുടെ ടീമായിസേ. ആരാണത്? നമ്മുടെ ടീമായി പറഞ്ഞതാരെ? സുമിത്ത്, റാംപേജ്, മൈക്കി. അല്ലല്ല, സുമിത്ത് ഇവിടെ ഇല്ല. അയ്യോ ഇല്ല. അപ്പൊ ഈ കളി നോക്കണ്ട. ഇത് എന്നാണ് എടുക്കണ്ട. 100% എടുക്കണ്ട. ഞാൻ കാര്യം വിട്ടുപോയി. വണ്ടിക്ക് എത്ര കൺട്രോൾ ഇല്ലാത്ത ആരാ ഫ്രണ്ടിൽ കാട്ടിലോട്ടൊക്കെ പോയെ? ഞാൻ പോയത് ഈ വണ്ടി വളയണൊന്നുള്ള എന്താണ് ഒരു സുഖില്ലാത്ത വണ്ടി. ഞാൻ കാട്ടി ഇടിച്ച് ചെയ്തേ. അല്ലട്ടോ വണ്ടിക്ക് പറ്റിയല്ലോ. അയ്യോ തലമുറ കേറിപ്പോ. ഭയങ്കര എന്റെ പ്രശ്നം. ഫ്രണ്ട് വൻ പോരാട്ടമാണല്ലോ സുഹൃത്തും മൈക്കും കൂടെ. ആരാണോ ഒന്ന് നോക്കാനുള്ള ഗാഡിയില്ല. ബ്രേക്കിംഗ്. അപ്പൊ എല്ലാരും കളിച്ചോണ്ടിരുന്നു. ഈ
അയ്യോ ഇതെന്തത് വണ്ടി ഇതിങ്ങനെ ഓ ഞാൻ പോയി ഫസ്റ്റ് അടിക്കേണ്ടി വരും. വണ്ടി ഇതുവരെ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ വണ്ടിന്റെ വണ്ടി മാറുന്നതിനനുസരിച്ച് മാറ്റണ്ടല്ലേ. എന്റെ വണ്ടിയൊക്കെ ഓടിക്കാനേ പറ്റണില്ല. നീ ഓരോ സാധനം കളിച്ചിട്ട് അതുകൊണ്ടായി. വണ്ടി കൺട്രോളില്ലാത്ത വണ്ടി. ഈ വണ്ടി ഞാൻ എടുക്കാറില്ല. ഈ വണ്ടിക്ക് തിരിഞ്ഞോണല്ലോ. അത് കാണിച്ചത് എടാ ഞാൻ തട്ടിയില്ലേട്ടാ. ഏ എന്തത് എന്നിട്ട് ഈ വണ്ടി നല്ല കൺട്രോളിൽ പോണ വണ്ടിയാണുള്ളത്. അനുപ്രം നമ്മ തോറ്റുട്ടാ. കാര്യം പറയാം, നമ്മ തോറ്റു. കേറിപ്പോയി. ലെഫ്റ്റ് ആയില്ല. അനുപ്രം രണ്ടിലും നമ്മ കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞാൻ വണ്ടി മാറ്റിയത് പണി പാടിയത് ഞാൻ ചെറുതായിട്ട് കട്ടായി. അയ്യോ തന്നെ ഫസ്റ്റ് ഇയർ റോഡ് വീഴുന്നത്. ഈ ഇതിന്റെ കുട്ടി വെച്ചോട്ടെ. ഗെയിമിൽ നമ്മൾ വണ്ടി സുമിത്തിനല്ലേടാ ഓട്ടോമാറ്റിക് ഞാൻ സുമിത്തിന്റെ പുറകെ ഒറ്റയടി ഇടിച്ചു. പിന്നെ സുമിത്തിനെ കാണാനില്ല. അടി ഞാൻ കട്ടായതാണോ നിങ്ങള് അവൻ പോയതാണോ? ഈ വണ്ടിയൊന്നും ഒന്നെങ്കിൽ എന്റെ കുഴപ്പമോ അല്ലെങ്കിൽ വണ്ടിയുടെ കുഴപ്പമോ. ഞാൻ നല്ല സ്പീഡിലായിരുന്നു. അവൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് എനിക്ക് ബ്രേക്ക് കിട്ടില്ല. എന്റെ എബിസ് ഇല്ലാത്തോണ്ട് വീലിലൊക്കെ അടുത്ത ഓഫറോട് അതാവുമ്പോ റാലി പോകും. എനിക്ക് മറ്റേ ടയോട്ടയുടെ വണ്ടി എടുക്കണമെന്നുണ്ട്. ടയോട്ട ടൊയോട്ട പക്ഷെ അത് മറ്റേ എന്തോ പാർട്ടൊക്കെ വേണം. അനുബ്രോ എവിടെയാ കാണില്ലല്ലോ. ആദ്യം അനുബ്രോന്റെ അതുകൊണ്ട് ഇത് പോർഷൻ എന്റെ പോർഷാണ് നിങ്ങളടുത്ത് തുടങ്ങിയോ? ഏതാ അടുത്ത റേസിൽ എനിക്കൊരു ഇൻവൈറ്റ് വിടാവോ? ആ ലൈഫ് കഴിയുന്നുള്ളൂ. നടന്നോണ്ടിരിക്കുകയാണ്. മതി. ഓക്കെ വണ്ടിയുടെ കുഴപ്പം തന്നെയാന്ന് തോന്നുന്നത്. കാരണം ഈ വണ്ടി ഇതാ വെറുതെ കൺട്രോൾ പോണ വഴിക്കൊക്കെ. വണ്ടിയുടെ കുഴപ്പം തന്നെ. ഞാൻ എന്താ വെറുതെ മരുഭൂമിക്കുന്നു. അവിടെ വെച്ച് വണ്ടി ലിഫ്റ്റായ സമയത്ത് ഞാൻ പിടിച്ച് ഒട്ടിയും പിടിച്ച് തിരിച്ച് ലാൻഡായത് ഒരൊറ്റ കറക്കമായിരുന്നു. ചെക്ക് പോയിന്റ് പോയി. അടിപൊളി.
ചെക്ക് പോയിന്റ് പോയാ ഇല്ല ചെക്ക് പോയിന്റ് ഇല്ല, വണ്ടി വാളി. എന്റെ വണ്ടി വെറുതെ കൺട്രോൾ പോടാ റോട്ടിൽ കൂടെ പോകണം. അത് F1 കൺട്രോൾ പോകും. ക്ലിയർ അല്ലേ? അത് വളയണില്ല. അത് ഭയങ്കരമായിട്ട് സ്പീഡ് കുറക്കണം. ഞാൻ പണ്ട് ഓടിച്ച ഓർമ്മയില് നല്ലോണം വളയായിരുന്നു വണ്ടി. കണ്ടുപിടിച്ചത് കീബോർഡിലാണ്. അതാ ജോയിസ്റ്റിക് അല്ലേ, വ്യത്യാസം. എക്സാം തുടങ്ങി. നിനക്കുണ്ട് എക്സാം? ഈ വണ്ടി ഞാൻ ഓടിച്ചപ്പോ മറ്റേ മോസ്റ്റർ പോലത്തെ ഒരു വണ്ടിയായിരുന്നു. ഭയങ്കര വേറൊരു വണ്ടിയായിരുന്നു ഈ വണ്ടി. കട്ടിക്കേറി വീണ്ടും കട്ടിക്കോ. ഏടാ തീട്ട വണ്ടി ഇതേ പോകും. കുഴപ്പമില്ലായിരുന്നോ? കിട്ടുമോ? ഈ വണ്ടിക്ക് ഇത്ര സ്പീഡ് വ്യത്യാസം. ഒറാമിനുള്ള വർക്കൗട്ടൊക്കെ ശരിയപ്പോ അതിലെ കണ്ണ് വെച്ചല്ലടാ തിരിഞ്ഞി പെട്ടെന്ന് അത് ഈ വണ്ടി തെറ്റിയാടാ വണ്ടി ഈ വളമൊക്കെ. എടാ ചെക്കുവിന് പോടാ. സുമിത്തെ പറപ്പിച്ചിട്ടു. സുമിത്തിന് പോലെയാണ് അറിഞ്ഞൂടാ. ഈസി ഇല്ലടാ. ഏതാ സുമിത്ത് ഹിന്ദിക്കാരനല്ലേ? എനിക്കറിയില്ല. മലയാളമായിരുന്നു. ഞാൻ അവനെ ഇടിച്ച് ഞാൻ അത്ര എനിക്കൊന്ന് അവന് ചെക്ക് പോയിന്റ്, പക്ഷെ ചെക്ക് പോയിന്റ് മിസ്സാക്കി ഉണ്ടോ ഭയങ്കര. എനിക്കൊന്ന് റീവൈൻഡ് അടിക്കുമായിരുന്നു. അത് അത്ര താമസം. അല്ല അവൻ പെട്ടെന്ന് സ്റ്റക്കായി അവന്റെ അടുത്ത് എത്തിയപ്പോ. എടാ അതാ പറഞ്ഞേ, ഞാൻ അവൻ പെട്ടെന്ന് ബ്രേക്കിയ സമയത്ത് ഞാൻ പുറകെ പോയി ഇടിച്ച് ഞാന് ചെക്ക് പോയിന്റ് മിസ്സായി മറ്റേ വെളിയിലോട്ട് പോയി. അവൻ നേരെ പോയതാ, പക്ഷെ അവന് പെട്ടെന്ന് മാഞ്ഞു പോയി. എനിക്കൊന്ന് റീവൈൻഡ് അടിച്ചു തോന്നുന്നു അവനെ. പോയി ഞാൻ നേരെ പോയ കാര്യം വീല് ലോക്കായിട്ട് നേരെ പോയി പുറത്തോട്ട്. കഴുത റോഡിൽ അവൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചോ പാനിക്കായിട്ട് ഞാൻ ആരൊക്കെയോ നല്ലൊരു ടയർ തപ്പിച്ചിട്ടുണ്ട്. പാറി ഇടിച്ചില്ല. ചെക്ക് പോയിന്റ് ഇടിച്ചില്ല. എവിടെയും പോയി ഞാൻ. ഇല്ല ഇവിടെ പോകില്ല. വന്നായിരുന്നല്ലോ നേരത്തെ ഡിസ്കോഡില്. പോയി. കുണു ജോയിൻ ചെയ്തോ? ബ്രോ തീരുമാനമായി. റേറ്റ് ആണല്ലോ. അയ്യോ നിക്കണ്ട, 100 ആയുസ് കണ്ട. ഓക്കെ എന്നാ
നോക്കി ചുമ്മാ വന്നല്ലോ, കേറത്തൊന്നുമില്ല ഇപ്പൊ പഴയ പോലല്ല. Something went wrong. എടാ എന്തോ എറർ വന്നെന്ന് പറയണ ഗെയിമിന്. എനിക്ക് ഓരോരു എത്തിയില്ല, ലോഡ് സ്ക്രീനില്ല. ഗെയിമിന് എറർ വന്നു, എനിക്ക് വന്നതിന് മെസ്സേജ്. ജോൺ വിക്ക് വരുന്നുണ്ടല്ലോ, ജോൺ വിക്ക് ഗെയിമല്ലേ? റാലി കളിക്കാം. ഈ സൈലന്റ് റാലിയുടെ എല്ലാ റാലിക്കാരുടെ അടുത്ത ക്ലാസ്. ഏത് എന്റെ ഒരു ഡൂമ് സ്റ്റാർട്ടിങ്. ഒരു മിനിറ്റ് വരാം. ഓക്കെ, മൈക്ക് ലെഫ്റ്റാ. വൈ മൈക്ക് വൈ. ഓക്കെ, എല്ലാരും എ ക്ലാസ് റാലിക്കാരെടുത്തോ വിളിക്കും. ഏയാ ഒരു കാർ വന്നിട്ടുണ്ട്. ഇംഗ്ലണ്ടിന് ജയിക്കാൻ 7 ബോളിൽ 30 റൺസ്. ജീവു അതിൽ മുഴുകിയിരിക്കല്ലേ. അടുത്തത് ഓഫ് റോഡ് റാലി ഉണ്ട്. നീ ചെല്ലുന്ന ഞാൻ ചെന്നിട്ട് എന്തിനാ? ഓൾറെഡി ജയിച്ചേക്കല്ലേ. ഒരു മിനിറ്റ് ആദ്യം വണ്ടി കാണുന്നില്ല, വണ്ടി നോക്കട്ടെ. ഒരു മിനിറ്റ് വന്നിട്ട് ആരാ പോയ? ഒറ്റ മിനിറ്റ് ഇടല്ലേട്ടാ. ആരോ വന്നിട്ട് പോടാ. അല്ല ആരും വന്നാണോ? ഡൂംബ്രോ ഹലോ. ആ പറടാ. ഒറ്റ മിനിറ്റ് ഇട്ടാ പോരെ. ഇല്ല മൈക്ക് തിരിച്ചു വന്നിട്ടില്ല. മൈക്ക് ഇൻവൈറ്റ് ഇട്ടെ. ഇല്ല, ഗെയിമിൽ കയറുള്ളൂ ഞാൻ. എല്ലാരും എ ക്ലാസ് എടുക്കണേ. ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുക. Martini. അടുത്തേതാ? റാലി പോലെ ലോറി റാലി. ക്ലാസ് ഏതാ? അല്ലേ അത് റൊണാൾഡിന്റെ വണ്ടിയല്ലേ കയ്യിരിക്കുന്നത്? ആരുടെയാ? അല്ല ഇത് മസ്താ. റൊണാൾഡിനെ നമ്മുടെ കാർത്തിക്കിന്റെ പോലത്തെ ചെക്കൻ റാലിയാണോ? പുതിയ റാലി അല്ല, IS ഇട്ട് നമ്മൾ ഇട്ട സാധനമില്ലേ, മറ്റേ ലാപ്പുള്ളത്. 3 ലാപ്പ് വരുന്നത്. ജിനോമോട്ടോ ഇരട്ടെ. മട്ടാണോ? മട്ട മൈക്ക് വന്നില്ലല്ലോ. മട്ടാണോ? മട്ട അത് തന്നെ. ഡൂംബ്രോ ഇടല്ലേ? ഒരു മിനിറ്റ് ഇട്ടാ. പെട്ടെന്നായിക്കോട്ടെ. പോരെ ഒരു മിനിറ്റ്. മൈക്കിയുടെ വന്ന അപ്പം ഇടുവാ. ഞാൻ റെഡി. അതാണ് ആ സ്പിരിറ്റ് വേണം എല്ലാവർക്കും. ഇതെന്താടാ തപ്പണ വണ്ടിയൊന്നും. ഒരു ബോൾ ട്രാക്ടറല്ലേ പോയത്? ഓക്കെ, തപ്പുന്ന വണ്ടി ഒന്നും കാണാനില്ല. ഇട്ടോ സെറ്റ്. മൈക്ക് വെറുതെ ഒന്നുമില്ലല്ലോ. ഞാൻ കോണൂലുണ്ടല്ലോ. ഇല്ലേ? കാണാല്ലേ? ഇൻവൈറ്റ് ഉണ്ടോ മൈക്ക്? നിക്കറ ഞാൻ ബീച്ച്
എന്തൊക്കെ വണ്ടിയിട്ടാണ് എടാ കൊച്ചേർക്ക് എക്സാം ഒന്നുമില്ലേ? ജീപ്പു എന്തായി നമ്മൾ ജയിക്കണോ തോന്നുന്നു. ഏത് കൊച്ചേർക്കിനാ? ടെസ്റ്റിലാണോ? നിങ്ങളുടെയൊക്കെ എല്ലാം അടിപൊളി വണ്ടി ഉണ്ടല്ലേ? എടാ മൈക്ക് എവിടെ? മൈക്ക് എവിടെ? ഞാൻ വണ്ടി മാറ്റി കേട്ടോ, മട്ടാണ്. റാലി റേസ് അല്ലേ? എന്നോടല്ലേ, ഞാൻ വണ്ടി മാറ്റി പോണം കുറച്ച്. അല്ല റേസ് ചെയ്യുമ്പോ മാറ്റി പോണം. വണ്ടി കാണാം ഒരു വണ്ടി എടുത്ത് പണ്ടു അല്ലേ കാർത്തിന്റെ അവരുടെ പോലെയല്ലേ? ഒത്തിരി സമയം എടുക്കുമോ മൈക്ക്? കാർത്തിന്റെ കാട്ടിലെ ഏതോ കാട്ടില അവിടെ തന്നെ എന്റെ വീട്. അത് മനസ്സിലായി. നീ അവരെ തന്നെ അവന്റെ നീ ഡൂപ്പാന്നോണ്ട് അവന്റെ വർത്താനോ വള്ളി അതെ വുഡ്വീവിൽ. ആടാ നിനക്ക് വുഡ്വീവിൽ നിനക്ക് എക്സാം ഒന്നും ഇല്ലെന്ന് കാർത്തിക് ചോദിക്കുന്നു. എനിക്ക് എക്സാം ഉണ്ട് നാളെ. ആ അവിടെ ഉണ്ടെന്ന്. ഉച്ചയുണ്ടാ? ഫോട്ടോ എടുക്കാനൊക്കെ എല്ലാരും മാടി വിളിച്ചിരുന്നു. ആരത്? ഞാനാ വിളിച്ചേ. നീയും നീറ ഇവനും കാർത്തികൊക്കെ ഒരുമിച്ച് പഠിക്കുന്നതാണോ? പിന്നെ പുള്ളി എത്ര 10ലേം കണ്ടല്ലേ? ആര് കാർത്തിക്? നീ 7ാം ക്ലാസ്സിലാ? ഞാൻ 8ല്. പുള്ളി നമ്മളോട് പറഞ്ഞു പുള്ളി 12ാം ക്ലാസ്സിലാണ്, 12ാം ക്ലാസ്സിൽ ഫൈനൽ എക്സാം എഴുതാന്നൊക്കെ പോലെ നമ്മളോട് പറഞ്ഞത്. ആര്? മറ്റേ കാർത്തിക്. പുള്ളി +2ലാ. അവനുണ്ടാരിപ്പാണ്. ആണ് ഓനോട് വരട്ടെ. ആര് വരട്ടെ? കാർത്തിക് എന്നിട്ട് വന്നിട്ട് എന്തിനാ അവനൊക്കെ അവനെ മതിക്കണ്ടേ? അടിക്കണ്ടെന്നോ? ഈ ടെൽവിൻ ബ്രോടെ വണ്ടി അടിപൊളിയായിട്ടുണ്ട്. മതം മതം അതോ വരട്ടെ കാണിച്ചുതരാം. മതോ എന്തോ മതം കാണിച്ചു തരാന്നൊക്കെ പറയുന്നത്. അതല്ലടാ മതളക്കുന്നതായിരിക്കും. മൈക്ക് റെഡിയായോ? എനിക്കൊന്നും മനസ്സിലായില്ല. മൈക്ക് ഇതുവരെ അവസ്ഥയാണല്ല. മൈക്കിനെ കേട്ടടാ. ഞാൻ കേട്ടാത്തതല്ല വരാത്തതാ. മൈക്ക് എവിടെ? അല്ല ഞാനേ ഒരു സാധനം കാണാനില്ലടാ. ടെൽവിൻ ബ്രോടെ ഡ്രൈവർ തൽക്കാലം നീ വേറെ എടുക്ക്. മറ്റേ എന്നാ തപ്പാ മൈൻക്രാഫ്റ്റിലെ നാളെ എക്സാം ഉണ്ട്. ഞാൻ ഇറങ്ങി പോയി പഠിക്കണം. ഇന്ന് ജോയിൻ ചെയ്യാനാണല്ലോ ഇതിനകത്ത്. മൈക്ക് എന്തെങ്കിലും ജോയിൻ ചെയ്യാൻ പറയട്ടാ. മൈക്ക് ജോയിൻ ചെയ്താ പറയേ ഒരു മിനിറ്റ്. അടുത്ത് ഇനി പോകാൻ കൂട്ടത്തില്ല. അല്ല ജോയിൻ ചെയ്താ പോയതാ. ഞാൻ ഓപ്ഷൻ ഹൗസിലുണ്ട്. ഞാൻ ബാങ്ക് എടുത്തു. എവിടെ ആണേലും ജീവ വരുന്നുണ്ടാ? ഇപ്പൊ മാച്ചിൽ മുഴുകിയിരിക്കും. അപ്പൊ വരത്തില്ല. ജയിച്ചോ? അപ്പൊ നിങ്ങക്ക് F1 റേസ് ഇല്ലട്ടാ. ഞാൻ കണ്ടായിരുന്നു. ചോദിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. എടാ നിക്കണ പോന്ന് നീ ഇപ്പൊ തന്നെ എന്തോ റേസ് കപ്പം പിടിച്ചൊരു മാമനാണ് നിക്കണ. ഞാൻ വണ്ടി എടുത്തോണ്ടേ ഞാൻ നിക്കണ ജോയിൻ ആയല്ലോ മൈക്ക് ഇതുവരെ. ഇല്ല. ജോയിൻ ചെയ്യടാ. മൈക്ക് ജോയിൻ ചെയ്യടാ. ഒരു കളിയുടെ അരമണിക്കൂറാണ് കളിയാണെങ്കിൽ. ഇന്ത്യ won by 7 runs. ഓ നൈസ് നൈസ്. ന്യൂസിലാൻഡിനെ ഫൈനലിൽ വെച്ച് കാണും. മൈക്കിക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടോ? ഞാൻ 2 തവണ അയച്ചിട്ടുണ്ട്.
മൈക്ക് കിട്ടിയോ? പിന്നെ അയക്ക് പിന്നെ നോക്കാം. അയച്ചിട്ടുണ്ട്. അറസ്റ്റിലേക്ക് ജീവ് സന്തോഷം കൊണ്ട് ചാടി അങ്ങോട്ട് ചാടി. കോർട്ടിൽ ഞാനതാ പറയാൻ മൈക്ക് കിട്ടിയോ? ഇല്ല റിക്വസ്റ്റ് ഒന്നുമില്ല. ജീവ് ഇപ്പൊ 10 മിനിറ്റ് ജീവ് ഇവിടെ ഉറപ്പാ. ഇപ്പൊ വന്നോടാ മൈക്ക്. ആ ഇവിടെ വന്ന് ജോയിൻ ചെയ്തില്ലല്ലോ. ഡൂമേ തുടങ്ങിക്ക. ഡൂമേ ഡൂമേ തുടങ്ങുന്നു എടുക്കുന്നു. ആരോടെ കൊച്ചു ടി വി കാണ? പരസ്യം ഇടുവാണേ. എ ക്ലാസ് അല്ലേ? എ ക്ലാസ് ഇനി ഒന്നുകൂടെ ചോദിച്ചേക്കില്ല. എ ക്ലാസ് ഓഫ് റോഡ് ഐ മീൻ റിക്വസ്റ്റ് വിട്ടിട്ടുണ്ട്. പ്ലീസ് വെയിറ്റ് ഫോർ റിക്വസ്റ്റ് വിട്ടിട്ടുണ്ട്. എല്ലാവർക്കും റിക്വസ്റ്റ് വന്നില്ലേ? വന്നു. റിക്വസ്റ്റ് വരാത്തവരുണ്ടോ? അതിലെ എനിക്ക് കൊച്ചു ടി വി ഇഷ്ടമല്ല. അത് ശരി, അത് പറ്റി. കൊച്ചു ടി വി എന്തെങ്കിലും ചെയ്തു. 24 days ലെഫ്റ്റ്. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ആർക്കും ഇല്ല. അതുപോലെ കാര്യം ചെയ്ത് നീ ഒറ്റയ്ക്ക് കളിച്ചോ, പ്രശ്നമൊന്നുമില്ലേ? ബാക്കിയുള്ള വിഷമിക്കണ്ടല്ലോ. മറ്റേ മുണ്ടയാണോ? ഓഫ് കോഴ്സ് 24 days കഴിഞ്ഞാൽ അവനെ കിക്ക് ചെയ്തല്ലോ ഗ്രൂപ്പിൽ നിന്ന്. അടാ ഇവിടെ PC ഇട്ടിട്ട് കാര്യമില്ലടാ, മറ്റേ ബോട്ട് അപ്പുറത്താ, മറ്റേ ലൈവില്ല. 24 ദിവസം കഴിഞ്ഞിട്ട് അവൻ VC വരും, ഇറങ്ങിക്കോളാൻ പറയും. സുഹൃത്ത് ലെഫ്റ്റാ. അത് ശരി. ഡൂമേ നീ പേരിട്ടില്ല? ഇല്ല, മറന്നു. ഈ റേസർ കഴിയിട്ടെ. എപ്പോഴും ഒന്നും അങ്ങനെ പ്രശ്നമില്ല, ചില സമയത്തേ ഉള്ളൂ. ഇതിൽ ചിലപ്പോൾ ഡിസ്കൗണ്ട് ആവുമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പോറോ കാരണം അപ്പോളാ കറക്റ്റ് ആയെന്നാ. അത് ശരി. മാപ്പല്ലോ. എടാ ഇതാ ഏതാ? ഞാൻ JCB മാപ്പ്. അതല്ല അത് അടുപ്പിച്ച് കുറെ കളിച്ചില്ലേ. ഇതൊന്ന് കളിച്ചേന്. ഇത് കളിച്ചാ ഈ കറക്റ്റ് കളിച്ച ഇന്നോ? ഇന്നല്ല, 2 ദിവസം മുന്നേ. ഞാൻ അവധി ഇടുന്നു. അയ്യോ, ഇവിടെ തെന്നൽ കൂടുതലാണ്, ഞാൻ മറന്നുപോയി. അതെല്ലാം കുറേ നേരം എപ്പോഴും മറന്നു. റെഡ് സീസൺ ആണല്ലോ. ഇവിടെ തുടങ്ങിയില്ലല്ലോണ. ഇവിടെ തുടങ്ങി റേസ് ആണല്ലേ. നീ വന്നില്ലേ? ആരുടെ വരത്ത്? നീ വന്നില്ല ഇവിടെ. ഒരു ലാബ് കഴിയാറായി. എന്താ ഞാനും പിടിച്ച് കാട്ടിക്കളഞ്ഞിട്ടുണ്ട്. നീ ഞാൻ ഫ്രണ്ടിൽ പെട്ടെന്നൊരു വണ്ടി വന്നു, ഞാൻ നേരെ വന്ന് ഒറ്റയിടി. അയ്യോ, എനിക്കൊന്ന് സോളോ പോയെന്നാളാ. അതെ, ലെഫ്റ്റ് സെക്ഷനിൽ ഇപ്പൊ കാണിച്ചു. അപ്പൊ ഇതിനകത്ത് പകുതിക്ക് വന്ന് നിൽക്കുമായിരുന്നു. കണക്ക് റിക്വസ്റ്റ് വന്നില്ലേ ഡൂം? അല്ല ഡൂമല്ലേ മൈക്ക്? ഒന്ന് അസപ്റ്റൊക്കെ ചെയ്തു. പുതിയ കൊണ്ടല്ലോ, പോയിന്റ് കാണത്തില്ല.
ഇപ്പോഴാണ് അവിടെ ലെഫ്റ്റ് കാണിച്ചു. എന്റെ പൊന്നു അതാ ഞാൻ പറഞ്ഞേ പകുതിക്കൊക്കെ നിൽക്കുമായിരുന്നു ഈ ലോഡാകാതെ നിൽക്കുമായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ മാപ്പ് ഫാനാ അത് ശരി. പോയിന്റ്സ് മേടിക്കണം. എനിക്ക് പോയിന്റ്സ് ഒന്നും കാണിച്ചില്ല. ബ്രോ രക്ഷയില്ല. ഇതിനിടയ്ക്ക് നീ പോയിന്റ് അടിക്കാൻ പോയാ? എനിക്ക് കാണിച്ചില്ല പോയിന്റ്. കാണിച്ചല്ലോ. പോയി 189 പോയി. പോയിന്റ് എങ്ങനെ കയറുന്നത്? കംപ്ലീറ്റ് പിന്നെ ക്രഷ് പോയിന്റ് ചാറ്റ് ഇടുന്നതനുസരിച്ച് കയറടാ. ആരെ ഫസ്റ്റ് പോണപ്പോ വണ്ടി കൊണ്ട് ബ്രോ നേരെ ഉറപ്പ് ഇരിക്കരുത്. എനിക്ക് പോയിന്റ് കുറവാണ്. ആ ചാറ്റ് ഇടുന്നതനുസരിച്ചാടാ പോയിന്റ്. ഒത്തിരി പോയിന്റ് കയറുന്നത്. പിന്നെ വാച്ച് ടൈമും ഉണ്ട് കേട്ടോ. വീഡിയോ കാണുന്നതനുസരിച്ച് പോയിന്റ് കയറും. അതാണ് അവന് ഷാദിന് ഒത്തിരി പോയില്ല. അവനെന്തും വരുന്നതുകൊണ്ട്. ഓ മൂന്ന് പേരുണ്ടോ അവിടെ? പോയി. ഞാൻ വെട്ടിച്ചിരിക്കും. അത് ശരി. ബ്രോ ഒന്ന് പിടിക്കാൻ പറ്റണ്ടേ? വാ നമുക്ക് ഡോം എല്ലാവർക്കും കൊടുത്തു വന്നു. ബ്രോ എനിക്ക് ഫ്രണ്ട് നോക്കിയാ
കഴിയാറേ ഇരിക്കുന്നതിനിടയിൽ ഞാൻ വീണ്ടും സ്പിന്നായി. ശരി പിന്നെ ഉണ്ടല്ലോ പുറമെ അടുത്ത് നോക്കണ്ടോ ഓഫ് റോഡാ നോക്കട്ടെ. ഈ മൈക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടേ കോങ്കൊക്കെ കണ്ടില്ല ബാക്കിൽ ഓഫ് റോഡൊക്കെ പിന്നെ അതാരാ തൂവില് പുതിയ പടമല്ലേ അമ്പേജ് തന്നെ. കഴിഞ്ഞാൽ ഇറങ്ങാൻ പോട്ടെ. അടുത്ത മാരത്തൺ വരട്ടെ. മാരത്തൺ എന്നിട്ട് മാപ്പിൾ എന്താ എന്നിട്ടാ ഇത് നമ്മുടെ കൊല്ലാത്ത പോലെ റേസാ. ഓഫ് റോഡാ? ഓഫ് റോഡല്ല, മൈക്ക് ഓഫ്ലൈനാ. ആ റോഡ് റേസ് ആണോ? മൈക്ക് ആ ഇന്ത്യ ജയിച്ചു. സഞ്ജന ഇസ് ബാക്ക്. സഞ്ജന വെൽക്കം ടു ദ സ്ട്രീം. ഏത് ക്ലാസ്സാ? S1 കേട്ടോ, S1. അല്ല അല്ല അല്ല, റോഡ് റേസ് S1 എടുത്തു. S1 കുറവാ. അതെ അതെ കുറവാ. അതെങ്ങനെയാ വളവുള്ളതൊക്കെ? വളവുണ്ട്, നല്ല വളമുള്ളവ. ആ അത്യാവശ്യം നല്ല വളവുണ്ട്. അതിന് അസ്റ്റ് എടുക്കോ? അതിനടാ വളവ് തിരിയാണ്. S1 എടുത്തോ, അത് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ട് S1 എന്ന് പറഞ്ഞു. എന്റെ നല്ല എന്റെ കേറിപ്പോയില്ലേ. നീ ബോകാറും എടുത്തോന്നാല്. റോഡമണ്ട ഏതെടുക്കണേ? റോഡ് എനിക്കിച്ചിരി ലോഞ്ച് ഹാൻഡിലും കൂടിയാ. എന്നൊക്കെ പറഞ്ഞാല് എല്ലാം കൂടെ നടക്കുകയല്ല. ഏത് വണ്ടി എടുത്താണ് അപ്പ? ഞാൻ പകാനി. ഒമ്പോ സർക്യൂട്ട് അല്ല, സ്പ്രിന്റ്. എൻസോ ഫെറാറി ഇടല്ലേട്ടാ, ഞാൻ സ്പിൻ ചെയ്യാ. ചാറ്റിൽ ഞാൻ കണ്ട് സഞ്ജന കണ്ട് ഞാൻ വെൽക്കൊക്കെ പറഞ്ഞു. ഞാനൊക്കെ കേട്ടില്ലേ? അയച്ചോ, എല്ലാവരും വണ്ടി എടുത്തില്ലേ? വണ്ടി ഞാൻ പിടിക്കില്ല. ഡുമേട്ടോ വെയിറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാം. അതാകുമ്പോൾ S1 മാത്രമേ എല്ലാവർക്കും കാണിക്കുള്ളൂ. ആ നേരത്തെ ഞാൻ നോക്കുമ്പോ എക്സ്ട്രാ കാണിക്കും. നിങ്ങൾ ഒരു സ്കൂളിലെ പഠിക്കണ നീ ക്ലാസ്സിക്കും? അതാരോ ചോദിച്ചേ. ടീം വേണോ? ടീം ഇട്ടേക്കാം. എനിക്കറിയുന്നില്ല, ഞാനപ്പോ only 50 left. അതടാ only 50 left. ഓക്കെ ഇടുവാണേ. ആ മൈക്ക് ഒന്നുമില്ലല്ലോടാ. മൈക്ക് കയറിയില്ലേ? മൈക്ക് ഇല്ലേ? പുള്ളി ചോറിനാൻ പോയി തോന്നുന്നു, കാണില്ലേ? ഇല്ലേ? ഇല്ലില്ല, ഇത് നിങ്ങ പിന്നെ റേസ് കളിച്ചപ്പോ ഞാൻ വേറെ ഗെയിം കയറി. ഓ പിന്നെ വേറെ പണിക്ക് പോയതാ. ഗെയിം നിർത്തിയാ? ഇല്ല, നിങ്ങ റേസ് കളിച്ചോണ്ടിരിക്കുന്ന ഞാൻ ആ സമയം കൂടി തെരാപ്പര ഓടിച്ചേർന്നിട്ട് നടക്ക് തരാൻ അല്ല അപ്പൊ എന്നാ ചെയ്യണ്ടേ? ആ, Race വേറെ start ചെയ്തോ? ഗെയിമിലല്ല, ഈ ഗെയിമിൽ തന്നെ ഉണ്ടല്ലേ? ആ എന്നാ ഇത് ഏത് റേസ് സ്റ്റാർട്ട് ചെയ്താ ക്ലാസിക് ഗെയിം കളിച്ചാലോ? എന്നാ ക്ലാസിക് ഗെയിം? സ്റ്റാർട്ട് ചെയ്തില്ല. ക്യാൻസൽ ചെയ്തു. വേവാ ക്ലാസിക് ഗെയിം ഒന്നുമില്ലടാ. ഇത് കഴിഞ്ഞിട്ട് ഞാനും മിക്കവാറും ഇറങ്ങും. ഉറക്കം വരും. ഭയങ്കര ക്ഷീണം. എന്ത് ക്ലാസിക് ഗെയിം ഉദ്ദേശിച്ചെന്നാ? ക്ലാസിക് കാർ വെച്ചിട്ടാണോ? ഓക്കെ ഇല്ലേ ഇവിടെ? ഹലോ, ഞാനുണ്ട് പിന്നെ ഇതിന്റെ കുറച്ച് റോക്കല്ലി കളിച്ചാലോ? കളിക്കാലോ പിന്നെ. ഹലോ കേൾക്കുന്നില്ല? യെസ്.
മൈക്ക് ഇൻവൈറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. നിങ്ങളിവിടെ നിർത്തുവാണോ ജൂൺ കഴിഞ്ഞിട്ട്? സ്റ്റിയറിങ് ഞാൻ പറഞ്ഞിടാ എന്തോ പ്രശ്നം ഇട്ടിട്ടുണ്ട്. കൈക്കല ഭയങ്കര വേനെടുക്കുക. സെറ്റിങ്സ് പഴയ പോലെ തന്നെ ആക്കാൻ സമയമായിരിക്കും. വലിയ കഥ കളിച്ചാൽ പോരാനും തോന്നേ. പതുക്കെ എല്ലാം ഓരോന്ന് മാറ്റിയാൽ പോലെ, എല്ലാം ഒരുമിച്ച് മാറ്റിയത്. റിക്വസ്റ്റ് വന്നിട്ടില്ലട്ടാ. ഞാൻ ഇട്ടിട്ടുണ്ട്. ഗെയിമിന് മൈക്ക് മൈക്ക് ഗെയിമിന്റെ സെർവറിന്റെ ഇഷ്യൂ ഉണ്ടെന്ന്. ഇടുമെന്ന് പറഞ്ഞോളൂട്ടോ. എനിക്കൊരു ബാക്കിയുള്ള കുഴപ്പമില്ലല്ലോ. ഞാൻ വീണ്ടും ഇൻവൈറ്റ് ഇട്ടോ. ഇന്ന് വേറെ ആരും ഇട്ട് നോക്കി. അനുകൂലം ഇട്ട് നോക്കി. ആ വന്ന് പബ്ജി മൊബൈൽ മിനിമിലിഷ കളിച്ചാലോ? അത് ശരി. മിനിമിലിഷയൊക്കെ പണ്ട് എപ്പോഴും കളിക്കായിരുന്നു. ഈ പ്ലേ സ്റ്റോർ ഗെയിം മൈക്ക് ജോയിൻ ആയി. എന്താ പബ്ജി പി സി ഉണ്ടല്ലോ, പിന്നെ ബൂസ്റ്റാക്സ് ഉപയോഗിക്കുന്നത്. ഏത് മൈക്രോസോഫ്റ്റില്? അല്ല, ഡെസ്റ്റിനി 2 കളിച്ചാലോ? സുഖമാണ്. ഭയങ്കര ഗ്രൈൻഡിങ് ഗെയിമാണ് അത്. ഞാനൊരു തവണ എടുത്തിട്ട് കളഞ്ഞ. വിച്ച് ഗ്രാഫിക്സ് 16 പേർക്ക് കളിക്കുക. അല്ല, അത് ഓപ്പൺ വേൾഡ് ഗെയിമാണ്. ഗ്രൈൻഡിങ് ഗെയിമാണ്. 102 GB ആണ് ഫ്രീ ഗെയിമാണ്. ഞാൻ എടുത്ത് കളഞ്ഞ. അത് അത്ര രസമില്ല. എന്താ ഗെയിം കൊള്ളത്തില്ല? അല്ല, കൊള്ളത്തില്ലെന്നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നൊസ്റ്റ് അടിക്കുന്ന. ഓ, റിക്വസ്റ്റ് ഒന്നില്ലേ? ഇനി അൻസാഫിന്റെ അടുക്ക വന്നിട്ട് പോകുന്ന എല്ലാവർക്കും റിക്വസ്റ്റ് ഒന്നില്ലേ? റിക്വസ്റ്റാ എല്ലാവർക്കും വന്നത് പ്രതീക്ഷിക്കുന്നു. ജോയിന്റ് വോയിസ് അത്ര നേരം ഇല്ലായിരുന്നു. S1 S2 ആടാ ഡൂമേ. S1 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ചെറുതായിട്ട് കണ്ടാലോ? ഇത് എവിടുന്ന് ഇങ്ങനെ സൗണ്ട് ഒക്കെ ഓക്കെ. ഞാൻ അവിടെ നിൽക്കണ്ടേ, അപ്പൊ ഞാനാണ് അറിയാണ്ട്. അയ്യോ, I'm using 37 while doing live stream. I'm not getting correct quality. Any suggestion? കുറച്ച് വെറൈറ്റി സൗണ്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. Bro, if you are what resolution are you streaming in? Like 1080 or 1440p? ഞാൻ നല്ല അടിപൊളിയായിട്ട് എടുത്താണ്. എന്റെ റിക്വസ്റ്റ് എക്സെപ്റ്റ് ചെയ്യണേന്നോ? ഏതാ? ഇൻസ്റ്റാഗ്രാമിലാണോ? മാലയിക്കട്ടെ, അവനോട് ഉടായ്പ കണ്ടിറങ്ങി. YouTube uses low quality codec for 1080p stream. Try streaming and 1440p. It will change. I do that for my stream from 1080 to 1440p upscaling. Traffic ഉണ്ടേ കേട്ടോ. പോയിട്ട് വല്ല മാറ്റം ഉണ്ടോ? 2 ദിവസമായിട്ടുള്ള പോയി. Yes. Oh shit. ചീത്ത വാക്കുകൾ പറയാൻ പാടില്ല. ആളെ തട്ടി കളിച്ചോണ്ടിരിക്കണേ. നിങ്ങളുടെ ലാസ്റ്റ് റേസ് ആണ്. നിങ്ങൾ റേസ് കളിക്കണ്ടോ? എന്നാടാ? ഇനി നിങ്ങൾ റേസ് കളിക്കണ്ടോ? ഇല്ല, ഞാനാണ് റോക്കലിയറാണ്. സോറി. ഓക്കെ. കുറച്ച് സൈ കളിക്കാൻ പറ്റാ? എവിടെ കളിക്കാൻ? കളിക്കാൻ കയറുന്നുണ്ടോ? കയറുന്ന കയറിയോ? ഇറങ്ങുമല്ലേ റേസ് കളിക്കാൻ? ഈ കയ്യിൽ കഴിയിട്ട് വരണം. ഞാൻ പറയാം. Oh shit. വടി തെറ്റിപ്പോയടാ. തെങ്ങട്ടാണ്.
ഈ മാപ്പ് കളിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. അയ്യോ വീട്ടിൽ എടാ വളവ് ഇങ്ങോട്ടാ. അങ്ങോട്ടാ എനിക്ക് മറന്നുപോയി. ഞാൻ പോയിന്റ് പോയിന്നുകൊണ്ട് എന്നെ പോയി യോ ഇങ്ങോട്ട് എല്ലാവർക്കും മറന്നുപോയി അല്ലേ? എല്ലാരും ചെക്ക് പോയിന്റ് പോയിക്കൊണ്ടിരിക്കുന്നു. ചെക്ക് പോയിന്റ് പോയി. ചെക്ക് പോയിന്റ് പോയില്ല. എന്തൊരു കഷ്ടം. മൈക്കിനെ പോയില്ല. അവിടെ മൈക്ക് നമ്മളെ ടീമാണ്. പോകുമോ? എടാ ഞാനവിടെ പെട്ടിരുന്നടാ ഡൂമേ. വല്ലാത്ത ട്രാഫിക് കൂടെ ഉള്ളപ്പോഴേ രസം. സ്ട്രീറ്റ് റേസ് അല്ലേ? അവിടെ ട്രാഫിക് ഉണ്ടല്ലേ രസമുണ്ട്. പോരെ നൈസ് ഷെയർ താങ്ക് യു ബ്രോ. താങ്ക് യു. റോഡ് അറിയാത്തോണ്ട് അങ്ങ് പുഷ് ചെയ്യാനും പറ്റണില്ല. എനിക്കാണെങ്കിൽ ഇത് കണ്ണിനും പിടിക്കണില്ല ഈ ചെക്ക് പോയിന്റ്. മൈക്ക് സേവ് പിടിക്കാണ്. എടാ ട്രാഫിക് മൈക്ക് തട്ടലടാ. തട്ടിയത് ചോടാ. റേസിംഗ് സെറ്റപ്പ് ഒക്കെ സെറ്റാക്കണ്ടെന്നാ. കാശോട് വേണ്ടടാ. ഞാൻ ഒരെണ്ണത്തിന് വില ചോദിച്ചായിരുന്നു. അവന്മാര് എന്നാളൊരു 10,000 രൂപ ആകും. എന്തിന്റെയാ? മറ്റേ കോക്പിറ്റ് സീറ്റ് ഇല്ലാതെ അവന്മാര് 9,500 ചെയ്തു തരാന്ന് പറഞ്ഞു. സീറ്റും കൂടെ വെച്ച് കഴിഞ്ഞാല് സോറി മൈക്ക്. എടാ ഞാൻ അറിയാതെ ഞെക്കിപ്പോയതാടാ റിവൈൻഡ്. ആടാ അതിനാണ് പറഞ്ഞത് അങ്ങനത്തെ സാധനത്തിന് വില ചോദിച്ചായിരുന്നു. അപ്പം ഈ സീറ്റ് ഉൾപ്പെടെ കാർ സീറ്റ് ഉൾപ്പെടെ അവന്മാര് 14 രൂപ പറഞ്ഞു. പിന്നെ ബക്കറ്റ് സീറ്റ് വേണമെങ്കിൽ അത് സെപ്പറേറ്റ് ഇച്ചിരൂടെ പേയ്മെന്റ് ആവും. ഞാനൊരു വീഡിയോ അയച്ചെന്ന് നോക്കിയാ നീ? ഏതാന്ന് ചോദിച്ചത്? സ്ലൈഡ് സൊസൈറ്റി ആണോ? അതെനിക്ക് അറിയണം. സ്ലൈഡ് സൊസൈറ്റിയിലാണ് ഞാൻ ചോദിച്ചത്. നീ ഫേക്ക് ഫ്രണ്ടാ. നീ എന്റെ റീല് കണ്ടില്ല. കഴിഞ്ഞോ? ജോൺസ്റ്റോറോ ബ്രാൻഡ് സാധനമാണ് എടുത്തേക്കുന്നത്. ഞാൻ ചോദിച്ചത് ലോക്കൽ സെറ്റപ്പാണ്. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ് ഉണ്ടാക്കുന്നത്. സ്ലൈഡ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ്. പക്ഷെ അത്യാവശ്യം നൈസ് സാധനം കേട്ടോ. അവിടെ സ്റ്റഡി ആയിട്ട് ഇരിക്കുന്ന സാധനം. സീറ്റില്ലാത്ത എന്തിനാണെന്നോ? എടാ സീറ്റില്ലാത്ത ഉദ്ദേശിച്ചത് സീറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പ്രൈസ് ഡിഫറൻസ് നിന്ന് കൂട്ടി വയ്ക്കുക. 5000 രൂപ വ്യത്യാസം വരുന്നുണ്ട് സീറ്റില്ലാതെ. കാർ സീറ്റ് നമുക്കിപ്പോൾ ചീപ്പായിട്ട് ഏതെങ്കിലും ഒരു കാർ പൊളിക്കുന്നിടത്തോ അല്ല വർക്ക്ഷോപ്പിലൊക്കെ ചെന്ന് ചിലപ്പോൾ സീറ്റ് നമുക്ക് 1000 രൂപയ്ക്കൊക്കെ ചിലപ്പോൾ കിട്ടിയതായിരിക്കും. ഇച്ചിരി ക്വാളിറ്റി കുറവാണെന്നേ കാണുള്ളൂ. അപ്പം വേണേൽ നമുക്ക് സീറ്റില്ലാതെ മേടിക്കാം. എടാ ഒരു പുതിയ വാങ്ങണേ എത്രയാണ്? എന്നാ പുതിയ കാറിൻ്റെ സീറ്റോ? കാർ സീറ്റ് ആരാണ് പറഞ്ഞത്? അല്ല നീ എന്തിനാ ചോദിച്ചേ? സിം സെറ്റപ്പാ? അത് ഇപ്പോൾ മടക്കി വെക്കുന്നൊക്കെ ടൈപ്പ് ആണെങ്കിൽ ഭയങ്കര ചീപ്പ് സാധനങ്ങൾ കിട്ടും. ഒരു 15,000 രൂപയുടെയൊക്കെ കിട്ടും. പക്ഷെ അതിന് ഹൈറ്റ് കാണത്തില്ല. നിലത്തിരിക്കുന്ന പോലെ ഇരിക്കും. അതുപോലെ സീറ്റൊന്നും ഇല്ല. സീറ്റിന് പകരം ഒരു ചെറിയൊരു ചായവ് മാത്രമേ കാണുള്ളൂ. അത് 40,000 രൂപ വരും. 50,000 പിന്നെ ചുമ്മാ കിട്ടും. ഞാൻ വിചാരിച്ചതല്ല 15,000 ഇത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഹോബിയാടാ. നമ്മൾ ഓരോ പാർട്സ് അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കാശ് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും.
നമുക്ക് ഓരോ സാധനം മേടിക്കുമ്പോൾ ഇച്ചിരി കൂടെ റിയലിസം വേണമെന്ന് തോന്നും. അപ്പോൾ നമ്മൾ അടുത്തടുത്ത പാർട്സ് മേടിക്കും. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. ടെല്ലും പറന്നു വരുന്നുണ്ടല്ലോ. ഞാൻ വീടിനെ പോരുവേടാ. ഞാൻ നിങ്ങളെ മാമ്പേ എൻ്റെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് ഇടയ്ക്ക്. മൈക്ക് എൻ്റെ ഫ്രണ്ടിൽ കയറി. ഞാൻ ആ കോർണറിൽ എനിക്ക് വണ്ടി സ്ലിപ്പായി പോയി. ഞാൻ മൈക്കിനെ ഇടിച്ച് മൈക്ക് പുറകിലായി പോയി. മൈക്ക് അങ്ങ് അകത്ത കയറിപ്പോയി. ഞാനവിടെ അത്ര അകത്തോട്ട് പോയില്ല. അയ്യോ എന്നിട്ട് ഇത് എത്ര ഓഫ് റോഡിൽ കിടന്ന് കറങ്ങുന്ന വണ്ടി. ഇങ്ങോട്ട് തീരുന്നില്ലല്ലോ ഇത്. ഇവൻ എന്നെ ഇടിച്ച് നശിപ്പിക്കുമല്ല. ടെൽവിനെ ഇടിച്ച് നശിപ്പിക്കുന്ന വണ്ടി. ഞാൻ മുട്ടില്ല. റാംപേജ് അല്ല ടെൽവി. അവനടിച്ച് കാറ് മരത്തിലിടിച്ച കാർ. ഇവനെന്താണ് കൊമ്പൻ ടൂറിസ്റ്റ് ഡ്രൈവർ പത്തനംതിട്ട. നീ മാഞ്ഞു ബാക്കി നിന്നിട്ട് പിന്നെ മാഞ്ഞ് ഫ്രണ്ടിൽ ലൈക്ക് അടിച്ചു. താങ്ക് യു ബ്രോ. ഹാൻഡ്സ് ഓഫ് ലെഫ്റ്റ് സ്ട്രീം ബ്രോ. ഗെയിം ക്രാഷായി. കാരണം തേങ്ങ നല്ലപോലെ മറ്റേ ചെയ്തോണ്ടിരിക്കും. ഓ സമാധാനം. ഫിനിഷ്. തേജസ് റോക്കി ബോയ് വെൽക്കം ടു സ്ട്രീം ബ്രോ. എന്റെ വണ്ടി 200 ഒരു കാര്യം ശരിയായി വന്ന സമാധാനിച്ചിരിക്കുന്നു. സ്ട്രീറ്റ് റേസ് മാരത്തോൺ കഴിഞ്ഞ നമ്മൾ കളിച്ചില്ലേ? അതിന്റെ പേര് മാരത്തോൺ എന്നാണ് ഇപ്പൊ കളിച്ച റേസിന്റെ. അപ്പം നിങ്ങൾ കളിച്ചോ, ഞാൻ ഇറങ്ങുന്നു. ഞാൻ മറ്റേ ഇതിപ്പോ റോക്കല്ലി ഇനി തൊട്ട് എന്റെ ഒരു സമയത്തിൽ ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ. ഇവിടത്തെ സമയത്ത് 1 മണിക്കൂർ കൂടുതൽ വരും. ക്ലോക്ക് തിരിച്ച് പുറകോട്ടാക്കാൻ പോണോ? 1 മണിക്കൂർ കൂടുതലാവും. 5.5 മണിക്കൂർ കുറച്ച് അതിലെ നിങ്ങൾ കളിക്കണല്ലോ. ഇല്ലടാ ഞാൻ ഇറങ്ങാട്ടോ. ശരി ഓക്കെ. കുറച്ച് കഴിയുമ്പോ ഈ സമയം എനിക്ക് ഇവിടെ 6:30 ആവും. 6:50 ആവും. ഇതേ സെയിം സമയം. അങ്ങനെ